ബിഹൈൻഡ് വുഡ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ വ്യൂവേഴ്സിനും എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഈ ചാനൽ കാണണം, ഇഷ്ടപ്പെടണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ എപ്പോഴും ഉണ്ടാവണം. ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇഷ്ടപ്പെടണം, എന്നും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടാവണമെന്ന് വളരെ ഇതായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി. അതുപോലെ തന്നെ വേറെ സംഭവം നമ്മൾ മിസ് ചെയ്തു. ചേച്ചി കുട്ടിയുടെ സൗണ്ടിൽ ഒരു പാട്ട് പാടിത്തരാം. നമ്മൾ വാക്ക് കൊടുത്തായിരുന്നു ചേച്ചി. സോ ഒരു ചെറിയ ചെറിയ പാട്ട് മതി, ചെറിയ കുട്ടിയുടെ സൗണ്ടിൽ ഒരു ചെറിയ പാട്ട്. നീർക്കുമിടം எனக்கு தெரியாதே, நீ என்னிடம் ஓடிவா கண்ணா கண்ணா கண்ணா, நீ எங்கே വാവാ നീ എங்கே. ശരിക്കും ചേച്ചി ഇങ്ങനെ ഓരോരുത്തർ ശ്രദ്ധിക്കൂ, അതായത് കുട്ടികളൊക്കെ കാണുമ്പോ ഇവരുടെ അല്ല ഇത് ജാനകിയമ്മ പാടിയ പാട്ടാണ്. അപ്പൊ അവര് തന്നെ കുട്ടികളെ പക്ഷെ ഒബ്സർവേഷൻ ഭയങ്കരമാണല്ലേ അത്. ചെറിയ കുട്ടി എന്നല്ല, എനിത്തിങ് ഡിഫറെന്റ്. മമ്മി ബേബി ആന്റി ഇവൻ പഠിക്കാന്ന് പറഞ്ഞ ടെറസിൽ ഇരുന്ന് അപ്പുറത്തെ പിള്ളസാറിന്റെ മോളെ ലൈൻ അടിക്കുവാ. സൂപ്പർ സൂപ്പർ. ഇതേ സെയിം സാധനം തന്നെ ഒന്ന് രവീണം ട്രൈ ചെയ്തു. കൈയെല്ലാം അടിച്ചതല്ലേ, അതല്ല ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. ഐക്കോണിക് സംഭവം. മകൾക്ക് വേണ്ടി സിനിമാ ജീവിതം അഭിനയിച്ച അമ്മയാണത്. അമ്മയ്ക്ക് വേണ്ടി അമ്മ പറയും. മമ്മി ബേബി ആന്റി ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞ അപ്പുറത്തെ മമ്മി ബേബി ആന്റി ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞ ടെറസിൽ നിന്ന് അപ്പുറത്തെ പിള്ളേസാറ മോളെ ലൈൻ അടിക്കോ. ഇപ്പൊ ഇപ്പൊ പറഞ്ഞാലും കേട്ടില്ലേ പിള്ളേസാറ മോളെ, ഇതൊക്കെയാണ് അവൾക്ക് പേടി. പിന്നെ സാറ് ഡേ എന്ന് പറയണെന്നുള്ളത് അവർക്ക് കോൺഷ്യസ്നെസ്സിലില്ല. പിന്നെ സാറ് ഡേ എന്ന് പറയുന്നത് പിന്നെ സാറ് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാം, ഓള് ഓന്റെ ഇങ്ങനെയൊക്കെ പറയില്ല. ആ ഒരു സംഭവത്തിലാണ് somebody to guide. നിറത്തിലത്തെ ഇത് കേട്ടപ്പോഴേക്കും ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇപ്പൊ ചേച്ചിയൊക്കെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ഹലോ ഞാൻ ശാലിനിയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, ചില ആൾക്കാർ പറയും ഇങ്ങനെ കാവ്യ വിഷ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറ്റിച്ചെന്ന് പിന്നെ പറയും ഞാനാണെന്ന്. അവർക്കൊരു പറ്റിക്കണം എന്നുള്ള ഒരു കൗതുകം ഉണ്ടാവും. ശാലിനിയാണ് ലൈനിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തത്.